ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താരയെ കണ്ട് മടങ്ങിയെത്തിയ ടീച്ചർ അമ്മ വീണയോടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡി കുഞ്ഞി, എനിക്ക് വേണ്ടി ചില്ലറക്കാരൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. ആരാന്ന് കുഞ്ഞിയും ഇടിയുടെ അമ്മ, അങ്ങനെ വലിയ ആൾക്കാരാ എന്ന് ടീച്ചറമ്മ പറയുമ്പോ, ഓ പിന്നെ ദൈവം പൊസിഷനൊക്കെ നോക്കിയിട്ടല്ലേ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു വിലയുമില്ല അല്ലേ. നോക്കിക്കോ, അവസാനം അമ്മയ്ക്ക് കുഞ്ഞിയുടെ പ്രാർത്ഥന മാത്രമേ ഗുണപ്പെടൂ എന്ന് പറഞ്ഞ് കുഞ്ഞിയും പരിഭവത്തോടെ നിൽപ്പുണ്ട്. അത് കാണേ എന്റെ അമ്മോ, എന്തൊരു കുശുമ്പാടി നിനക്ക് എന്ന് ടീച്ചർ അമ്മയും. അതെ, അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി കുശുമ്പുണ്ടെന്ന് വീണയും. അപ്പോഴേക്കും വല്യമ്മയും പറയുന്നുണ്ട്, എടി മോളെ, കുശുമ്പൊന്നും വേണ്ട. പ്രാർത്ഥിച്ച ഡിഡിയോയുടെ അമ്മ രാജ്ഞിയൊന്നുമല്ലെന്നേ, ഒരു സാധു മുത്താർ മലക്കാരിയാണെന്ന്. മുത്താർ മലക്കാരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വിടൂല അല്ലേ അപ്പച്ചാന്ന് റജിയും ചോദിക്കുന്നുണ്ട്. ഓ, അതിനിടയ്ക്ക് മുത്താർമല യൂണിയനും ഉണ്ടാക്കിയോന്ന് വീണ ചോദിക്കുന്നുണ്ട്. സരളയിടത്തിയും വാസുവേട്ടനും നമുക്ക് അത്ര വേണ്ടപ്പെട്ടവരാ. സരളയിടത്തി പറഞ്ഞിട്ട് താരക്കൊച്ചി വന്ന് സരസുവിനെ കണ്ടു. സരസുവിനെ കുറിച്ചേ എന്നെ മതിപ്പാന്നറിയാവോ താരക്കൊച്ചിന് എന്ന് വല്യമ്മ പറയുമ്പോ, അതിൽ അമ്മയും വീണു അല്ലേ എന്ന് വീണ കുശുമ്പോടെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും റജിയും സന്തോഷത്തോടെ പറയുന്നുണ്ട്, അതെ, ഞാൻ നമ്മുടെ അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചുവെന്ന്. അമ്പരപ്പോടെ എന്ത് കാര്യമെന്ന് അപ്പച്ചൻ ചോദിക്കുമ്പോ, കേസിന്റെ കാര്യം. ഇപ്പൊ കേസിന്റെ കൂളിംഗ് ഓഫ് പീരീഡ് ആണ് എന്ന് റജി പറയുമ്പോ, അതെന്നതാണെന്ന് അപ്പച്ചനും. ദമ്പതികളുടെ കാത്തിരിപ്പ് കാലം, ഡിവോഴ്സ് കിട്ടാൻ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും കാത്തിരിക്കണം, അതാണ് കൂളിംഗ് ഓഫ് ടൈം എന്ന് റജി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്റെ കേസ് കഴിയുമ്പോഴേക്കും റജി ചേട്ടൻ മിക്കവാറും എല്ലാ ലോയും പഠിക്കും. ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് റജിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് വീണ. എന്താ എന്ന് റജി ചോദിക്കുമ്പോ, എന്റെ ഡിവോഴ്സ് കഴിയുമ്പോ ഇവിടെ ഒരു കല്യാണം നടക്കോ, എന്തോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഏയ്, അങ്ങനൊന്നും ഇല്ലെന്ന് റജി പറയുമ്പോ, എങ്ങനൊന്നും ഇല്ലാന്ന് എന്ന് വീണയും. വല്യമ്മയോട് പറയണോ എന്ന് വീണ ചോദിക്കുമ്പോ, വേണ്ടായേ, വിട്ടേക്ക് എന്ന് പറഞ്ഞ് റജി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി കൃഷ്ണൻകുട്ടിക്ക് താര തന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത് വാങ്ങി നോക്കുമ്പോഴേക്കും, സാർ, നമ്മുടെ മുഖ്യമന്ത്രി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. ഈ റിപ്പോർട്ട് വല്ലാത്തൊരു ജീവിതമാണ് എന്ന് താര പറയുമ്പോ, ആണല്ലേ, എന്താ റെക്കമെൻഡേഷൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സാർ, ഒന്ന്, ഈ സരസ്വതി ടീച്ചറിനെ നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പ്രകാരം സർവീസിലേക്ക് തിരിച്ചെടുക്കുക. രണ്ടാമത്തേത്, ഈ ടീച്ചറിന്റെ മകൾ വീണ ബോധപൂർവം കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലാത്തതിനാൽ അവൾ നിർവഹിച്ച ജോലിക്ക് യോഗ്യമായ ഒരു മിനിമം വേജസ് അനുവദിക്കുക. ഇപ്പോ ആ കുട്ടിക്ക് നേരത്തെ കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചടയ്ക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. സർ, ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നൊക്കെ താര പറയുമ്പോ, അത് ഞാൻ നോക്കിക്കോളാം. സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്തല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സാർ. സാർ, ഈ കേസിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിച്ചോണ്ടാണ് സാറിന് നേരിട്ടൊരു കോപ്പി തരാമെന്ന് വിചാരിച്ചത് എന്ന് താര പറയുമ്പോ, നന്നായി താര, കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ എഫേർട്ട് എന്ന് സാറും. താങ്ക് യു സാർ എന്ന് താരയും. പിന്നീട് മാധവത്തിന്റെ മുറ്റത്ത് റജി ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷും രാധയും അങ്ങോട്ടെത്തുന്നത്. റജി, അമ്മയുണ്ടോടാന്ന് മഹേഷ് ചോദിക്കുമ്പോ, ദേ വരുന്നെന്ന് പറഞ്ഞ് റജി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മഹേഷും രാധയും കൂടി ടീച്ചർ അമ്മയുടെയും വല്യമ്മയുടെയും വീണയുടെയും അടുത്തേക്ക് എത്തുമ്പോഴേക്കും, മോഹൻ പണി തന്നല്ലേ രണ്ടാൾക്കും എന്ന് വല്യമ്മ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല, അമ്മ ടോക്സിക് അല്ലേ, എന്റെ ഉള്ള പിടഞ്ഞതുകൂടി നിങ്ങൾ അറിയണം. എടീ, വിഷ്ണുവിന് ഇങ്ങനെ ഉണ്ടായിട്ട് കൂടി നിനക്ക് മനസ്സിലായില്ലേ രാധേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ, ഞങ്ങളടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്ന് രാധയും. അവൻ ഒന്നിനും മടിയില്ലാത്തവനാ, അവന് ആരും ഒരു പ്രശ്നമല്ല എന്ന് വല്യമ്മ പറയുമ്പോ, അമ്മേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അമ്മ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് മഹേഷ് പറയുന്നുണ്ട്. അവൻ നിങ്ങളെ കെട്ടിയിട്ടിട്ടെ നിങ്ങൾ വന്ന വണ്ടി എടുത്തോണ്ട് പോയല്ലേ. ആ വിഷ്ണുവും ഭാർഗവനും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് ചത്തേനെ. അവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് വല്യമ്മ വീണ്ടും പറയുന്നുണ്ട്. അമ്മ കോടതിയിൽ ഞങ്ങൾക്കെതിരെ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമാവും, ഞങ്ങളും അകത്താകും. അമ്മയുടെ കാല് പിടിക്കാം, മൊഴിയൊന്ന് മാറ്റി പറയണമെന്ന് മഹേഷ് പറയുന്നുണ്ട്. ഞാൻ മാറ്റി പറയാൻ എന്റെ ധാരണയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ കന്യാകുമാരിയിൽ പോയ വിവരം മോഹനെ അറിയിച്ചത് നിങ്ങൾ തന്നെയാ എന്റെ ധാരണ. അതിപ്പോഴും മാറിയിട്ടില്ലെന്ന് അമ്മ പറയുമ്പോ, ഞങ്ങൾക്ക് ആ സമയത്ത് അച്ഛനുമായി കോണ്ടാക്ട് ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ എന്ന് രാധയും ചോദിക്കുന്നുണ്ട്. എനിക്ക് അക്കാര്യങ്ങളിൽ യാതൊരു ഉറപ്പുമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോ, അമ്മേ, ഈ ടോക്സിക് എന്നൊക്കെ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ, അമ്മ മാപ്പാക്കണം, അമ്മയുടെ വാക്കിലാ ഞങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് എന്ന് മഹേഷ് പറയുമ്പോ, കുറച്ച് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ടീച്ചർ അമ്മയും തീർത്തു പറയുമ്പോഴേക്കും രാധയും മഹേഷും അവിടുന്ന് നടന്നു നീങ്ങി റജിയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് കോടതിയിലെത്തിയ ടീച്ചറമ്മയെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത്. ജഡ്ജി പറയുന്നുണ്ട്, ഇന്ന് ഈ കേസിൽ വിദ്യാഭ്യാസ വകുപ്പിലെ താരാപ്പിള്ള സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പരിഗണിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ എന്ന്.
ടീച്ചറമ്മയുടെ വക്കീലായ രാജശേഖരൻ എഴുന്നേറ്റുകൊണ്ട് എസ് മൈലോഡ്, ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി താരാപിള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ റിപ്പോർട്ട് ജഡ്ജിക്ക് സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അത് നോക്കുമ്പോഴേക്കും രാജശേഖരനും പറയുന്നുണ്ട്, യുവർ ഓണർ, താരാപിള്ളയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് കോടതിയെ അറിയിക്കുകയാണ്. സരസ്വതി ടീച്ചറെ നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പ്രകാരം സേവനത്തിലേക്ക് തിരിച്ചെടുക്കണം എന്ന് വക്കീൽ പറയുന്നത് കേൾക്കെ ടീച്ചറമ്മയ്ക്കും വീണയ്ക്കും സന്തോഷമാവുന്നുണ്ട്. വിശദാംശം 2. സരസ്വതി ടീച്ചറുടെ മകൾ വീണ ബോധപൂർവമായ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി തെളിവില്ലാത്തതിനാൽ വീണ നിർവഹിച്ച ജോലിക്ക് യോഗ്യമായ മിനിമം വേജസ് അനുവദിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോഴേക്കും അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമനും എഴുന്നേറ്റുകൊണ്ട്, യുവർ ഓണർ, അപ്പോ നേരത്തെ അനുവദിച്ച ആനുകൂല്യങ്ങളോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്, ബട്ട് ബി സീറ്റഡ് എന്ന് പറയുമ്പോഴേക്കും സിന്ദൂരവും അവിടെ ഇരിക്കുന്നുണ്ട്. രാജശേഖരൻ വക്കീൽ തുടരുന്നുണ്ട്, ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. നേരത്തെ അനുവദിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ കേസിന്റെ സാഹചര്യങ്ങളും മാനവിക വശങ്ങളും പരിഗണിച്ച് തിരിച്ചടവ് നിർബന്ധമാക്കേണ്ടതില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. അത് കേൾക്കെ ജഡ്ജിയും പറയുന്നുണ്ട്, കോടതി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പൂർണ്ണമായും അംഗീകരിക്കുന്നു. സരസ്വതി ടീച്ചറെ സേവനത്തിലേക്ക് തിരിച്ചെടുക്കണമെന്ന ഉത്തരവ് ഇതിനാൽ പുറപ്പെടുവിക്കുന്നു എന്ന ഉത്തരവ് കേൾക്കെ ടീച്ചറമ്മയും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കൊണ്ട് എന്റെ ജീവനാണ് ബഹുമാനപ്പെട്ട കോടതി തിരികെ തന്നത്, നന്ദി എന്ന് പറയുന്നുണ്ട്. സരസ്വതി ടീച്ചർക്ക് അനുഭവിക്കേണ്ടി വന്ന അനീതിയും കോടതി കാണുന്നു. മാതൃകാ അധ്യാപികയായി സരസ്വതി ടീച്ചർ തുടരുക തന്നെ വേണം. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ് എന്ന് പറഞ്ഞ് ജഡ്ജി നിർത്തുമ്പോഴേക്കും കുഞ്ഞിയും സന്തോഷത്തോടെ അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അമ്മ വീണ്ടും ടീച്ചറമ്മയായി, ഒത്തിരി സന്തോഷമായി അമ്മ എന്നൊക്കെ അവൾ സന്തോഷത്തോടെ പറയുമ്പോ ടെൻഷനോടെ അതും നോക്കി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് രാധയും മഹേഷും. ടീച്ചറമ്മയും സന്തോഷത്തോടെ പറയുന്നുണ്ട്, വല്ലാത്ത പ്രതീക്ഷയാ മോളെ, ഒന്നും അവസാനിച്ചു പോയിട്ടില്ല, ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന്. കൃഷ്ണചന്ദ്രൻ സാറും അങ്ങോട്ട് വന്ന് മടങ്ങി വരവിന് എന്റെ ശിഷ്യയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കരുത്തോടെ സുന്ദരമായി മുന്നോട്ട് പോവുക എന്ന് സാർ പറയുമ്പോ താങ്ക് യു സാർ എന്ന് ടീച്ചറമ്മയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. മഹേഷ് ആ സമയത്ത് രാധയോടായി പറയുന്നുണ്ട്, ചേച്ചി, കാര്യങ്ങൾ അമ്മയ്ക്ക് അനുകൂലമായാ വരുന്നത്. എനിക്കാണെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് വയ്യ. ഉറപ്പാ നമ്മുടെ കേസിൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന്. നീ ഇപ്പോ സമാധാനപ്പെടും മഹേഷേ എന്ന് രാധാവിനെ ആശ്വസിപ്പിക്കുമ്പോ അതിന് അമ്മയുടെ മൊഴി നമുക്കെതിരെ നിൽക്കുന്നിടത്തോളം നമുക്ക് പണിയാ രാധേച്ചി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. കേസ് വരട്ടെ, നമുക്ക് നോക്കാം എന്ന് രാധയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാധവത്തിലിരുന്ന് ടീച്ചർ അമ്മയെ ജോലിയിൽ തിരികെ എടുത്തതിന്റെ ന്യൂസ് കാണുകയാണ് എല്ലാവരും. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി താരാപിള്ളയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സരസ്വതി ടീച്ചറിനെ നിയമാനുസൃത നടപടികൾ പ്രകാരം സേവനത്തിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. കുറഞ്ഞ പക്ഷം വാങ്ങിയ ശമ്പളമെങ്കിലും തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു. അതും ചെയ്ത സേവനത്തിലുള്ള പ്രതിഫലമായി തന്നെ വകയിരുത്തി എന്ന് ടീച്ചറമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സരസ് ഒന്നും വിളിച്ച് മേരിക്കുട്ടി ടീച്ചറും ജോണും അങ്ങോട്ടെത്തുന്നത്. ഇവനെ ചേർത്ത് പിടിച്ചോണ്ട് സന്തോഷായോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. വീണയും മേരിക്കുട്ടി ടീച്ചറോടായി പറയുന്നുണ്ട്, ടീച്ചറെ, ന്യൂസിൽ സ്പെഷ്യൽ സ്റ്റോറി ആയിട്ടാ അമ്മയുടെ വാർത്ത വന്നതെന്ന്. ആണോ, അത് കലക്കിയല്ലോടിന്ന് മേരിക്കുട്ടി ടീച്ചറും. ടീച്ചർ അമ്മയുടെ 2ാം ജന്മം എന്നായിരുന്നു ടൈറ്റിൽ എന്ന് റെജി പറയുമ്പോ കറക്റ്റ് ടൈറ്റിൽ അല്ല എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. കറക്റ്റാ, ഇത് നിന്റെ 2ാം ജന്മം തന്നെയാ എന്ന് സന്തോഷത്തോടെ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ 2ാം ജന്മത്തിലെങ്കിലും അല്ലലില്ലാതെ ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അതെ, നിന്റെ കയ്യിലിരിപ്പ് പോലിരിക്കും എന്ന് ടീച്ചറമ്മയോടായി പറഞ്ഞുകൊണ്ട് ശരിയല്ല ശിവരാമേട്ട എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് ശിവരാമേട്ടൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മോഹൻ കിടക്കാൻ പോകുന്ന ജയിലിനേക്കാൾ മോശം അവസ്ഥയിലല്ലേ ഇവള് കഴിഞ്ഞിരുന്നത് എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, ആ പിള്ളേരെയും അന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ പ്രശ്നം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോ അന്ന് അങ്ങനെ തോന്നിയില്ല ശിവരാമേട്ട എന്ന് ടീച്ചർ അമ്മയും. ഇനി തോന്നണമെന്നാ പറഞ്ഞതെന്ന് ശിവരാമേട്ടൻ പറയുമ്പോ 2ാം ജന്മം ആയതുകൊണ്ട് തോന്നുമായിരിക്കും എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് ജോൺ ചിരിയോടെ വീണയെ നോക്കുമ്പോഴേക്കും വീണയ്ക്കും കല്ല് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വല്ലാതാവുന്നുണ്ട്. തോന്നണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണമെന്ന് മേരിക്കുട്ടി ടീച്ചർ അമ്മയോടായി പറയുമ്പോഴേക്കും വീണ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്ന കണ്ട്, വീണേ, ചായ ഇടാനോ മറ്റോ ആണെങ്കിൽ എനിക്ക് വേണ്ട, അവിടെ പോയിരിക്കുന്നു മേരിക്കുട്ടി ടീച്ചറും. അപ്പോഴാണ് ജോൺ തനിക്ക് കുറച്ച് തണുത്ത വെള്ളം വേണമെന്ന് പറയുന്നത്. അത് കേൾക്കെ വീണ ജോണിനെയും കൂട്ടി അകത്തോട്ട് പോകുമ്പോഴേക്കും ടീച്ചറമ്മ മേരിക്കുട്ടി ടീച്ചറോടായി പറയുന്നുണ്ട്, ഞാൻ ശിവരാമേട്ടനോട് പറയായിരുന്നേ, റിപ്പോർട്ടിൽ ശമ്പളം തിരിച്ചടയ്ക്കാനുള്ള നിർദ്ദേശം പോലും ഇല്ല. നമ്മളെ വല്ലാതെ മനസ്സിലാക്കി പിന്തുണയ്ക്കുന്ന പോലെ താരയുടെ മനസ്സുണ്ട് ആ റിപ്പോർട്ടിലെന്ന്. താരയുടെ മാത്രമല്ല, മുത്താർ മലക്കാരുടെ എല്ലാവരുടെയും മനസ്സ് ഇങ്ങനെയാ. ശുദ്ധ പാവങ്ങളാ.
താര കൊച്ചിനെ എന്തായാലും ഒന്ന് നേരിൽ കാണണം, പറ്റിയ നാളെ തന്നെ എന്ന് ശിവരാമേട്ടനും. അവിടെ കൈവരിലിരിക്കുന്ന ജോണിന് വീണ വെള്ളവുമായി വരുന്നുണ്ട്. ജോൺ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോ വീണ അരികെ നിൽക്കുന്നത് ടീച്ചർ അമ്മയും അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, താരയെ കാണാൻ എനിക്ക് എപ്പോഴാണേലും പ്രശ്നമില്ലേട്ടാ, ഏട്ടനൊന്ന് വിളിച്ചു നോക്കെന്ന് ടീച്ചറമ്മ പറയുമ്പോ ശിവരാമേട്ടനും താരയെ വിളിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴും ജോണിനെയും വീണയെയും ശ്രദ്ധിച്ചോണ്ടിരിക്കുക. എടി, നിന്നെ കണ്ണേറ്റിൻകരയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ നിയമനം നമ്മുടെ തന്നെ സ്കൂളിലായാൽ സന്തോഷം എന്ന് ടീച്ചർ അമ്മയും. അങ്ങനെയാണെങ്കിൽ പിള്ളേർക്ക് അവരുടെ പഴയ ടീച്ചർ അമ്മയെ തന്നെ കിട്ടും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴും ടീച്ചറമ്മ അതിനൊരു ചിരി വരുത്തിക്കൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വീണയെയും ജോണിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശിവരാമേട്ടനും അങ്ങോട്ടെത്തുന്നുണ്ട്. ഏട്ടാ വിളിച്ചോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അതെ, നാളെ കാണാമെന്ന് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ അപ്പോൾ നാളെ ഇറങ്ങാമെന്ന് ടീച്ചറമ്മയും. അതും പറഞ്ഞ് വീണ്ടും വീണയെയും ജോണിനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചറമ്മ. വീണ്ടും ടീച്ചറമ്മയെ കാണാനായി താര എത്തുന്നുണ്ട്. വീണ്ടും അതേ സ്ഥലത്ത് അതേ ആൾക്കാർ ഒരിടവേളയ്ക്ക് ശേഷം അല്ലേ മാമ എന്ന് താര ചോദിക്കുമ്പോ അതെ എന്ന് ശിവരാമേട്ടനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇന്ന് ഒരാളുടെ ഉള്ളിലെ കലമ്പൽ മാറിയിട്ടുണ്ട് അല്ലേ എന്ന് താര ചോദിക്കുമ്പോ ടീച്ചറമ്മയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അത് കാണെ ഇതേപോലെ സുന്ദരമായ ഒരു ചിരി വിടർത്താൻ കഴിഞ്ഞതാണ് എന്റെ സർവീസിലെ ഇതുവരെയുള്ള നേട്ടം. പക്ഷേ ഇത് ഒരു സർവീസ് ബുക്കിലെയും രേഖകളാവില്ലല്ലോ എന്ന് താര പറയുമ്പോ ഇതെന്റെ മരണം വരെ ഉള്ളിലുണ്ടാവും, രേഖയായി, ഹൃദയരേഖയായി. എനിക്ക് നഷ്ടപ്പെട്ട ശ്വാസവും മാനവും സ്ഥാനവും തിരികെ തന്ന തീരുമാനമായി ഇത്. എനിക്ക് എന്റെ സ്കൂളും കുട്ടികളെയും മടക്കി തന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ഇനി എനിക്ക് എന്റെ വേദപുസ്തകം. എന്റെ ഉള്ള് ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങില്ലെങ്കിലും എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് നന്ദി, ഒത്തിരി നന്ദി, സ്നേഹം, പ്രാർത്ഥന എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. പിന്നെ അമ്മ മധുരം തന്നു വിട്ടിട്ടുണ്ട് ടീച്ചറിന് തരാൻ എന്ന് പറഞ്ഞ് അമ്മ തന്നയച്ച സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് താര. അമ്മ പറഞ്ഞതേ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന എന്ന് താര പറയുമ്പോ ഇതേവരെ എന്നെ കണ്ടിട്ടില്ലാത്ത താരയുടെ അമ്മ എനിക്കായി പ്രാർത്ഥിക്കുന്നു. ശിവരാമേട്ടന്റെ അനിയത്തി എന്ന സ്നേഹം കൂടിയാവും. എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് അനുകൂലമായ വിധിയിൽ ദേ മധുരം തന്നുവിടുന്നു. ജീവിതം തരുന്ന ഈ വലിയ നന്മകൾ കാണാതെ ചെറിയ കാര്യങ്ങൾ നമ്മൾ പദം പറഞ്ഞ് ദൈവത്തോട് പരിഭവിക്കും. ആഗ്രഹിച്ചത് കിട്ടാത്തത് മാത്രമേ നമ്മൾ ഓർക്കൂ. അതിനും മുകളിൽ ദൈവം തരുന്നതിന് നമുക്ക് നന്ദി ഉണ്ടാവണ്ടേ. എന്നെ ദുഃഖിപ്പിക്കുന്ന മക്കളെ കുറിച്ചാവും ഞാൻ സങ്കടപ്പെടുക. അതിനു മുകളിൽ എന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതൊക്കെ മാറ്റിയ താരയെ ഞാൻ പ്രാണൻ പോലെ സ്നേഹിക്കണ്ടേ എന്ന് താരയോടായി പറഞ്ഞ് ഏട്ടന്റെ കയ്യിലേക്ക് ആ സീറ്റ്സ് കൊടുത്തോണ്ട് ടീച്ചറമ്മ താരയുടെ അരികിലേക്ക് നടന്നു ചെന്ന് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. താരയും സന്തോഷ കണ്ണീർ തുടച്ചുകൊണ്ട് ഇത് ടീച്ചറുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമായി ഞാൻ കാണുന്നു. എനിക്ക് ടീച്ചറുടെ ഗുരുത്വം കിട്ടുമല്ലോ അല്ലേ. ടീച്ചറമ്മയല്ലേ നിറവായി ഉള്ളിലുള്ളത്. ടീച്ചറമ്മ, അമ്മ, ഗുരു അല്ലേ. ഇതിലും വലിയ ഭാഗ്യം എന്താ, അനുഗ്രഹം എന്താ എനിക്ക് വേണ്ടേ എന്ന് കണ്ണീരോടെ താര ചോദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വിഷ്ണുവും കൂട്ടരും ട്രേസ് ചെയ്ത് മോഹനെ പിടികൂടുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.